എല്ലാം സെറ്റപ്പ് അല്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ, സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു അമ്മ ഒരു പാത്രമൊക്കെ പിടിച്ചിരിക്കുന്നു, അതുപോലെ നിരയായിട്ട് അവർ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, ദാസനാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ധനൂപിലെ കാഴ്ചകളാണ്. ധനൂപിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പുറത്ത് നല്ല പൊടിക്കാറ്റാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ധനൂപിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ധനൂപിൻ്റെ കൂടുതലായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ധനൂപ് വലിയൊരു മാർക്കറ്റാണ്, നല്ലൊരു വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ധനൂപ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കസേരകളും അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഗൈസ്, വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. നമ്മുടെയൊക്കെ എന്താ പറയുക, ഷോക്കേസിലൊക്കെ വയ്ക്കാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്. എന്ത് മനോഹരമാണ് നോക്കിയേ, സൂപ്പർ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇതിനെന്താ പറയുക, ക്രാഫ്റ്റ് വർക്ക് എന്നാണോ, എന്തായാലും കാണുന്നവർക്ക് മനസ്സിലാവും. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല, പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകളാണ്. വാവ്, ബ്യൂട്ടിഫുൾ. ഉണ്ടോ, എന്ത് രസം നോക്കിയത് കാണാൻ. ഈ ഒരു അമ്മ ഒരു പാത്രമൊക്കെ പിടിച്ചിരിക്കുന്നു, അതുപോലെ നിരയായിട്ട് അവർ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഇതൊക്കെ നമുക്ക് നാട്ടിലേക്ക് മേടിക്കാനൊക്കെ ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാനും, പുതിയ വീടിൻ്റെയൊക്കെ താമസമൊക്കെ തുടങ്ങുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനോ നമ്മുടെ സ്വന്തം വീട്ടിലേക്കൊക്കെ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ എല്ലാവരും പോരെ അൽക്കോബാറിലുള്ള ധനൂപിലേക്ക് പോരെ. സെറ്റാണ് സംഭവം, ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെ നിരയായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് ബസ് കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്, കുറേ പേര്. ഇതുപോലുള്ള നമ്മുടെ വീടുകളിലേക്കൊക്കെ ഷോക്കേസിൽ വെക്കാനും, അതുപോലെ തന്നെ എന്താ പറയുക, ഷോക്കേസിൽ വെക്കാനും, നമ്മുടെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ, നമ്മൾ സ്വന്തമായിട്ട് തന്നെ വാങ്ങണമെങ്കിലൊക്കെ നേരെ എല്ലാവരും നേരിട്ട് പോരെ കോബാറിലത്തെ ധനൂപിലേക്ക് സുഖമായിട്ട് വന്ന് മേടിച്ചിട്ട് പോവാം. ഇതൊക്കെ ഒരു പൂച്ച കണ്ട, ശരിക്കും ഒരു പൂച്ചക്കുട്ടി പോലെ തന്നെ ഇല്ലേ. ഒരു ജോഡി പൂച്ചക്കുട്ടികൾ എന്നിട്ട് ഒന്നിച്ചിരിക്കുന്നുണ്ട, ക്യൂട്ടായിട്ട്. ഇനി ഒട്ടകം വേണ്ടവർക്കാണെങ്കിൽ ഒട്ടകം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്നാൽ തന്നെ കിട്ടൂട്ടാ, വേറെ എവിടെയും കിട്ടൂല. നേരിട്ട് എല്ലാവരും ഇങ്ങോട്ട് തന്നെ പോരെ. ഒട്ടകങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്യൂട്ടായിട്ടൊരു പൂച്ചക്കുട്ടി. രണ്ട് പൂച്ചക്കുട്ടികൾ കിടന്നുറങ്ങുകയാണ് സുഖമായിട്ട്. നോക്ക്, അതുപോലെ തന്നെ ഇവിടെ കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്നത്. ഇതൊന്നും ഞാനിവിടെ മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലൊന്നും പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയാണ് സാധനങ്ങളാണ്, എന്തായാലും സെറ്റപ്പാണ് സംഭവം. കണ്ട, ബ്യൂട്ടിഫുൾ പ്രൊഡക്ട്സ്.
കണ്ട ഒരു കുതിര കണ്ട, എന്ത് സൂപ്പറാണ് നോക്കിയേ. കണ്ട സെറ്റാണ് സാധനം. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ചെറിയ സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് സൗദികളൊക്കെ ഗാവ കുടിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കപ്പുമാണിത്. എത്ര ചെറുതാണ് നോക്കൂ കപ്പൊക്കെ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് സൗദികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ധനൂബിലുള്ളത്. ഇങ്ങനത്തെ വെറൈറ്റി പ്രോഡക്ട്സൊക്കെ വേണ്ടവരൊക്കെ ധനൂബിൽ വരിക, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഗാവ കുടിക്കുന്നതിനുള്ള അവരുടെ ഒരു സെറ്റപ്പ്. ഇതാണ് എന്ത് മനോഹരം നോക്കിയേ, ഗോൾഡൻ കളറിൽ. ഇതിൽ ഗാവ ഒഴിക്കുന്നു, നേരെ ഇതിൽ നിന്ന് ഗാവ എടുത്ത് ഇതിലേക്ക് ചെറിയ കുഞ്ഞു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു, അവർ കുടിക്കുന്നു. ആയി സെറ്റ്. എത്ര കുഞ്ഞിതാ നോക്കിയേ, കണ്ട എത്ര കുഞ്ഞിതാ നോക്കിയേ, ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ അവർക്ക് പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അവരുടെ പ്രോഡക്ട്സ് സൗദികൾക്കൊക്കെ ഉപയോഗിക്കുന്ന, സൗദികൾ എന്നല്ല അറബ്സ് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഇതൊക്കെ നേരിട്ട് കാണണമെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലും നേരെ ധനൂബിലേക്ക് തന്നെ പോരെ, ഇവിടെ വന്നാലേ കാണാൻ പറ്റൂ. കാരണം സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ സൗദികൾ വരുന്ന ഷോപ്പാണ് ധനൂബ് എന്നുള്ളത്. സോ ഇതുമാതിരിയുള്ള പ്രോഡക്റ്റൊക്കെ വാങ്ങാനുള്ളവർ, ആഗ്രഹമുള്ളവർ, കാണാനുള്ളവരൊക്കെ നേരെ ധനൂബിലേക്ക് വരിക, വാങ്ങുക, കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇവരെ നട്ട്സൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഗാവ ഓടിക്കുമ്പോൾ ഈത്തപ്പഴം ഇട്ട് വയ്ക്കാനും അതുപോലെ തന്നെ നട്ട്സ് ഇട്ട് വയ്ക്കാനൊക്കെ അവർ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതൊക്കെ ഒരു സഭയിൽ വെക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ധനൂബിലേക്ക് വേഗം പോന്നോ, ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാം. പല തരത്തിലുള്ളത് കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇതിലിട്ട് വയ്ക്കാം. അങ്ങനെ പല തരത്തിലുള്ള പ്രൊഡക്ട്സാണ്. ഇതെങ്ങനെയുണ്ട്, നല്ലൊരു സെറ്റപ്പ് അല്ലേ സംഭവം. ഫുള്ളൊരു ടേബിളിൽ ഫുള്ള് ഗ്ലാസ്, അതിൻ്റെ മുകളിൽ നമ്മൾ ചായ ഒഴിക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റപ്പ് അല്ലേ, എന്ത് ഭംഗിയാണെന്നൊക്കെ, സൂപ്പറായിട്ടുണ്ട്. കൂട്ടുകാരെ, ഇത് കണ്ടോ, ഞാനിവിടെ വന്നപ്പോൾ താഴെ കണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ചായ വെക്കുന്ന, നമ്മളെന്താ പറയുക, ചായ വെക്കാനുള്ള ഒരു ടീ പോട്ട് എന്ന് പറയും, സ്ക്വയർ ടൈപ്പിൽ. സി അയ്യോ അമ്മ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ അരിപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പൊടി മാത്രം ഇട്ടാൽ മതി. നല്ല സൂപ്പറായിട്ടുണ്ട് സംഭവം. അതുപോലെ തന്നെ വേറെ മോഡലുകളുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതൊക്കെ ഒരു ചൈനീസ് ടൈപ്പ് എന്ന് പറയാം അല്ലേ. കണ്ടോ നോക്കൂ, സെറ്റാണ് സംഭവം. നല്ല വെയിറ്റ് ഉണ്ട്, 2 കിലോ ഉണ്ടാവും. സെറ്റ് പ്രൊഡക്റ്റാണ്. ഇതൊന്നും നമുക്ക് ഇതിപ്പോൾ വേറെ എവിടെയും പോയാൽ കാണാൻ പറ്റില്ല. അവിടുത്തെ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ധനൂബിൽ തന്നെ വരണം. ഗൈസ്, ഞാനിവിടെ കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കസേരയാണ്. അതുണ്ടോ, നമുക്ക് വയസ്സായവർക്കൊക്കെ ഉപയോഗിക്കാം. ഇതൊരു വടിയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇരിക്കാനും ഉപയോഗിക്കാം. കണ്ടോ, വയസ്സായവരൊക്കെ കുറച്ച് നടന്നു പോയിട്ട് അവർക്ക് എവിടെയെങ്കിലും ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയും ചെയ്യാം. ഇത് നടക്കുമ്പോൾ അത് മടക്കിയിട്ട് വടിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനം ഞാൻ ഇവിടെ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇരുമ്പ് കസേര, അടിപൊളി. പക്ഷേ ഇതിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം.
വേണ്ട, നമ്മുടെ നാട്ടിൽ ഇരുമ്പ് കസേര. പക്ഷെ ഇത് ഇരുമ്പല്ല, ഇത് കുറച്ചുകൂടി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ടൈപ്പാണ്. ഒരു ബീച്ചിലൊക്കെ പോയിട്ട് ഇരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. പക്ഷെ ഇതിൽ കുഷ്യനൊക്കെ വെച്ച് സെറ്റ് ആക്കിയിരിക്കുകയാണ്. പലതരത്തിലുള്ള കസേരകൾ ടൈപ്പൊക്കെ. ഇവിടെ വന്നപ്പോൾ വേറൊരു സാധനം കണ്ട്, ഈ കൊറോണ ഡ്രിങ്ക് ഡിഫറെൻ്റ് ആയിട്ട് വരണം. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതായി ഡിഫറെൻ്റ് ആയിട്ടൊരു പേരും, കൊറോണ. ചെറിയ നമ്മുടെ വാട്ടർ ബോട്ടിൽ പോലുള്ളത്, വാട്ടർ ബോട്ടിലാണ് പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അയ്യോ, സീ ദിസ് വൺ, നല്ല ക്യൂട്ടായിട്ട് വരണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങണം എന്നുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ ചാനൽ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദാസ. Thank you.